നരേന്ദ്രമോദിക്കും RSSനും എതിരെയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യനിരയാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയിൽ നേരിട്ട് അംഗങ്ങളായിട്ടുള്ള പല പാർട്ടികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷിയോ പ്രതിപക്ഷവുമാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവർക്കുണ്ടാവുമെങ്കിലും RSSനെയും BJPയെയും എതിർക്കുക, വർഗീയതയും ഫാസിസത്തെയും എതിർക്കുക എന്ന ഒറ്റ അജണ്ടയിലാണ് അവരൊരുമിച്ച് ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പ്രതിപക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ CPMനെ കഠിനമായി എതിർക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയോട് സഹായകരമായ നിലപാടുമായി CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, തൊട്ടടുത്ത തമിഴ്നാട്, ആ തമിഴ്നാട്ടിൽ ഇപ്പോൾ DMK പരാജയപ്പെട്ടിരിക്കുകയാണ്. അവിടെ RSSൻ്റെയും BJPയെയും കടന്നുകയറ്റത്തെ ശക്തമായി എതിർത്ത, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സ്റ്റാലിൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടെങ്കിലും മമതാ ബാനർജി ഇപ്പോൾ RSSനെയും BJPയെയും എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. കേരളത്തിൽ ഇടതുപക്ഷവും CPMവും എല്ലാ കാലവും BJPക്കും RSSനും എതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുൻനിരയിലുള്ളവരാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോയ 3 മുഖ്യമന്ത്രിമാർ, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, സ്റ്റാലിൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, പിണറായിയുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. SIR എന്ന് പറയുന്ന ഏറ്റവും ഭവിഷ്യത്തുള്ള നിയമത്തിനെതിരെ അത് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ കോടതി കയറിയ 3 മുഖ്യമന്ത്രിമാരാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. എൻ്റെ വിഷയം അതൊന്നുമല്ല. തമിഴ്നാട്ടിൽ DMKയുടെ പതനം വലിയ അപകടത്തിലേക്ക് ആ നാടിനെ കൊണ്ടുപോവുകയാണ്. അതിനേക്കാളും വലിയൊരു അപകടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കോൺഗ്രസ് എന്ന നന്ദികെട്ട പാർട്ടിയുടെ നെറികെട്ട നിലപാട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. DMKയോടൊപ്പം മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് 5 സീറ്റ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ CPMന് 2 സീറ്റുണ്ട്, അവിടെ CPIക്ക് 2 സീറ്റുണ്ട്. ഞങ്ങൾ തീർത്ത് പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും അവിടെ കിട്ടില്ല. അതൊരു മുന്നണിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് CPMനും CPIക്കും എല്ലാം സീറ്റ് കിട്ടിയിട്ടുള്ളത്. മുസ്ലിം ലീഗും അവിടെ ആ മുന്നണിയിലാണ്, അതുകൊണ്ടാണ് അവർക്കും ആ സീറ്റ് കിട്ടിയിട്ടുള്ളത്. അല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം മുസ്ലിം ലീഗിനുണ്ടോ? കോൺഗ്രസ് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ മത്സരിച്ചാൽ വട്ടപൂജ്യമായിരിക്കും. അവിടെ വിജയിൻ്റെ പാർട്ടിയെ എതിർത്തുകൊണ്ടാണ് DMK മുന്നണിയുള്ളത്. BJP തമിഴ്നാട്ടിൽ ഒരു വിഷയമേ അല്ല. അവർ AIDMK മുന്നണിക്കൊപ്പം ഉണ്ടെങ്കിലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവർക്ക് കാര്യമായ പ്രസക്തിയില്ല. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ DMK തോൽപ്പിക്കുന്നതിനാണ്ട് വേണ്ടിയാണ് വിജയിൻ്റെ പാർട്ടി വന്നിട്ടുള്ളത്. വിസിലടിച്ച് വന്ന വിജയിൻ്റെ പാർട്ടി അവിടെ 100 ചില്ലാനം സീറ്റ് നേടി. പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് അധികാരം നോക്കി നിൽക്കുന്ന കോൺഗ്രസ്, അധികാരമോഹികളായ കോൺഗ്രസ് ഏത് മുന്നണിയുടെ കൂടെ നിന്നാണോ ജയിച്ച് കയറിയിട്ടുള്ളത്, ഒരു ഉളുപ്പും ഒരു മടിയുമില്ലാതെ ആ മുന്നണിയെ വഴിയിൽ ഉപേക്ഷിച്ച് അവർ മറുഭാഗത്തേക്ക് ചാടിയിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ചിടത്തും തോറ്റിടത്തും ഈ വിജയിൻ്റെ പാർട്ടിക്കെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത്, വിജയിൻ്റെ പാർട്ടിക്കെതിരെയാണ് മത്സരിച്ചിട്ടുള്ളത്. എന്നിട്ട് ജയിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞില്ല, കൂടെ നിന്നവരെ പിന്നിൽ നിന്ന് കുത്തി മലർത്തി DMKയെ ചതിച്ച് ഇപ്പോൾ വിജയിൻ്റെ പാർട്ടിയിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ UDFന് എന്ത് പറയാനുണ്ട്? മുസ്ലിം ലീഗിന് ഈ നിലപാടിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? നിങ്ങൾ തമിഴ്നാട്ടിൽ DMKയുടെ മുന്നണിക്കൊപ്പമാണല്ലോ. എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? ഒന്ന് കേൾക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചവരെ നിങ്ങൾ മറക്കണ്ട. ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയം, നെറികെട്ട രാഷ്ട്രീയം. അധികാരം കിട്ടിയാൽ എവിടേക്കും ഓടിക്കയറുന്ന, എല്ലാ ആദർശങ്ങളെയും ബലികഴിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്നവരെ ചതിക്കുന്ന, കൂടെ നിന്നവരെ പിന്നിൽ നിന്ന് കുത്തുന്ന ആ രാഷ്ട്രീയ സംസ്കാരം ഇതാ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ചിരിക്കുന്നു, ഇല്ലേ? പക്ഷേ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി DMKയുടെ കൂടെ ഉറച്ചു നിൽക്കും. കാരണം അതൊരു ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അത് ഒരു മുന്നണിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അധികാരം കണ്ട് ഭ്രമിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ ഭ്രമിച്ചു പോകുന്ന കോൺഗ്രസ് ഇതാ DMK പിന്നിൽ നിന്ന് കുത്തി തൊട്ടടുത്ത തമിഴ്നാട്ടിൽ മലക്കം മറിഞ്ഞ് മണിക്കൂറുകൾക്കകം മറുഭാഗത്ത് ചേക്കേറിയിരിക്കുകയാണ്. ഇത് കേരളീയ ജനത മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം വിനീതമായി സൂചിപ്പിക്കുകയാണ്.